പാലം ഇനിയും നമുക്ക് കിട്ടാത്തതിലുള്ള ഒരു വിഷമം ഈ സമയത്ത് കച്ചവടക്കാരുടെ ഒരു ആവശ്യമായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീധന്യ വർഷില് അരീക്കോട് പാലം മാത്രമാണ് അത് കത്തുന്നത്. ആ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വെക്കുകയാണ്. പറഞ്ഞു പാലം അതെല്ലാവർക്കും തിരിയും. പിന്നെ അങ്ങനെ പറയാന്നുള്ളൂ. എന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് മൂർക്കനാട് പാലം ഞാൻ വിചാരിച്ചത് മൂർക്കനാട് പാലം എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന പാലം 8 കുട്ടികൾ അവിടെ മറ്റേ പാലം കൊണ്ട് തകർന്ന് മരണപ്പെട്ടപ്പോൾ പിന്നെ സർക്കാർ 2006-2008 കാലഘട്ടത്തിൽ 2009 കാലഘട്ടത്തിൽ ഒരു പാലം ഉണ്ടാക്കി. അത് 2012 ആദ്യത്തെ പ്രളയത്തിൽ അത് ഒഴിച്ചു ഒരു പാലം. 2019 അത് ഫുള്ളായിട്ട് വെച്ചു. പിന്നെ അവിടെ ഒരു പാലം ഉണ്ടാക്കി. അത് നടപ്പാലേ പറ്റുള്ളൂ. വെറുതെ ആവശ്യമില്ലാത്ത കൂടി എല്ലാവരും പറയാൻ പോയി എങ്ങനെ നടക്കുക. മൈത്ര പാലുണ്ട്, അപ്പുറത്ത് ചെറുപായ പാലുണ്ട്, പിന്നെ മൂർക്കനാടിൽ കൂടി വലിയ ടോറിയും പിന്നെ കാറും പോണ പാലം എവിടുന്ന് കിട്ടും? പറയണവരെ പുറത്ത് പറഞ്ഞാൽ മതി. ഒരു സർക്കാരും ഒരു സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മെയിൻ റോഡ് 2 ഭാഗത്തും പാലുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്ത് മൂർക്കനാടിന് ചെറുപായ്ക്ക് പാലുണ്ട്. അവിടുത്തെ 1.5 കിലോമീറ്റർ അപ്പുറത്ത് മൈത്ര പാലുണ്ട്. പിന്നെ അവിടെ കിട്ടൂലല്ലോ. അപ്പൊ നടപ്പാലേ കിട്ടുള്ളൂ. ഞാനേ തന്നെ വന്നിട്ടുള്ളൂ, എല്ലാവരും തന്നെ വന്നിട്ടുള്ളൂ, ഗവൺമെന്റ് തന്നെ വന്നിട്ടുള്ളൂ. അങ്ങനെ നടപ്പാലത്തിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി. ആ നടപ്പാലത്തിന്റെ എസ്റ്റിമേറ്റ് വന്നു. പിന്നെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി, അതിന്റെ ബഡ്ജറ്റ് പ്രൊവിഷൻ, ആ കാര്യങ്ങളൊക്കെ നടന്നു. അത് പിന്നെ എന്താ വെച്ചാൽ ആ പാലം ഏത് രീതിയിൽ ഉണ്ടാക്കണം എന്നതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ എന്ത് ചെയ്തു? NIT അതിന് പുതിയ അതിന്റെ ആർക്കിടെക്ചർ വിഭാഗം എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് അവരെ ഏൽപ്പിച്ചു. അതിന്റെ ഡിസൈനും അതിനും കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനെയുള്ള ഒരു പാലം, ഒരു നല്ല ആർക്കിടെക്ചർ വർക്കിൽ ഒരു പാലം ഉണ്ടാക്കി, നല്ല പ്ലാൻ ഉണ്ടാക്കി. അതിന് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് 4 ലക്ഷം രൂപ പണം പേർക്ക് അടച്ചു. ഞാൻ അതൊന്നും പറയണല്ലോ, എനിക്ക് വളരെ അവസരം കിട്ടാൻ ഞാനും കാത്തില്ല. അങ്ങനെ 4 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് അതിന് പണം അടിച്ച് അത് NIT പൈസ അടിച്ചു. അങ്ങനെ ഗവൺമെന്റ് അവരുടെ ചീഫ് എഞ്ചിനീയർ മുഖാന്തരം LSC ഡിപ്പാർട്ട്മെന്റ് പോയി ധനകാര്യ വകുപ്പ് അത് സാങ്ഷൻ കിട്ടി വന്നപ്പോൾ അതിന്റെ ഫ്രീ ക്വാളിഫിക്കേഷന് ഒരു കണ്ടീഷൻ ഉണ്ട്. ടെൻഡർ ചെയ്തു 2020-21 അതിലൊരു ക്ലോസ് വന്നു ചീഫ് എഞ്ചിനീയർ ഓഫീസർ ഫ്രീ ക്വാളിഫിക്കേഷൻ വെച്ചത്. സമാനമായ ഈ പാലം ചെയ്ത ആളുകളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കാൻ വന്നു. സംസ്ഥാനത്ത് ആദ്യമായിട്ടുണ്ടായ ഒരു ഡിസൈനും ഒരു ആർക്കിടെക്ചർ ഉണ്ടാവുമ്പോൾ അത് വെച്ചപ്പോൾ അതിന്റെ ടെൻഡറിന് ആളെ കിട്ടിയില്ല. അത് ഒരാൾക്ക് ഇറക്കം കൊടുത്തപ്പോഴും അവരും ഈ സമാനമായത് ചെയ്തിട്ടില്ല. അപ്പൊ അത് പോയി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? ആ ടെൻഡർ റദ്ദാക്കി. രണ്ടാമത് വന്നു. രണ്ടാമത് വന്ന് 3 കോടി രൂപ. പിന്നെ വന്നപ്പോൾ എസ്റ്റിമേറ്റ് റേറ്റ് റിവിഷൻ വന്നു. കാരണം 25% 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ വിലപിടിയുടെ റേറ്റ് മാറും. അപ്പൊ എമൗണ്ട് വന്നു 370. 3 കോടി രൂപയാണ് ബഡ്ജറ്റിലിട്ട്. ബാക്കി 78 എവിടെ നിന്നിട്ടു? പ്രൊപ്പോസൽ പോയി ധനകാര്യ വകുപ്പും LST ഡിപ്പാർട്ട്മെന്റും. LST വകുപ്പിന്റെ മുഖാന്തരമാണ് ആ വർക്ക് ചെയ്യുന്നത്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഗവൺമെന്റ് ഫണ്ടാണ്. അങ്ങനെ അത് പിന്നെ അതിന് സാങ്ഷൻ വാങ്ങി 72 ലക്ഷം രൂപ അഡീഷണൽ തന്നു. അങ്ങനെ ടെൻഡർ ചെയ്തു. ടെൻഡർ ചെയ്തപ്പോൾ ടെൻഡർ എടുത്തു. ആദ്യത്തെ ടെൻഡറിൽ ആളെ കിട്ടിയില്ല. രണ്ടാമത്തെ ടെൻഡറിൽ പിന്നെ ആളെ തെരഞ്ഞു പിടിച്ച് ആളെ കിട്ടി. അങ്ങനെ ആ ഡിസൈനും ഇതൊക്കെ അപ്രൂവ് ചെയ്ത് ടെൻഡർ കഴിഞ്ഞു. ടെൻഡർ കഴിഞ്ഞ് പൊളിച്ചാൽ നേരത്താണ് പൊളിച്ചു. എഗ്രിമെന്റ് ആക്കാൻ നേരത്താണ് എലക്ഷൻ ഡിക്ലെയർ ചെയ്തു. എലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ ഈ പെരുമാറ്റച്ചട്ടായി 75 ദിവസം. അത് കഴിഞ്ഞ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാണ്ട് എഗ്രിമെന്റ് വെച്ചു. അപ്പോൾ ജൂൺ 1 കാലവർഷത്തിന് എങ്ങനെ മൂർക്കനാട് പാലം പണി എടുക്കുക? അപ്പോൾ മൺസൂൺ കഴിഞ്ഞിട്ട് പാലം പണി തുടങ്ങാൻ പാടുള്ളൂ. അതിനോട് അതിൻ്റെ എഗ്രിമെന്റ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാ നടപടികളും കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് അങ്ങനെ ഉള്ളൂ. അപ്പോൾ അത് തുടങ്ങും. അത്ര തന്നെ ഉള്ളൂ. ആരെങ്കിലും നല്ല മഴക്കാലത്ത് പാലം പണി എടുക്കാൻ നിങ്ങളെന്താ പറയുക? വെള്ളം അങ്ങനെ കുത്തി ഒഴിച്ച് വരുമ്പം അതിന് വൈദ്യം നടത്താൻ പറ്റും. അതിൻ്റെ എൻ്റെ പ്രശ്നം. റസാഖിനത് അറിയിക്കില്ല. ഏതാ റസാഖ് പറഞ്ഞാൽ എനിക്കും ഒന്നും തരാനും ഇവിടെ പറയാനും എനിക്ക് ഒരു അവസരം കിട്ടിയിരുന്നില്ലതാണ് എൻ്റെ ഒരു സന്തോഷം. അതിനത്രേ ഉള്ളൂ. പിന്നെ ബാക്കി ബ്യൂട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? അതിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ വർക്ക് കഴിഞ്ഞ് കേബിൾ ഇട്ടു. പിന്നെ ഈ കേബിൾ ഇട്ടപ്പോൾ പോസ്റ്റ്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.